എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. നേര് സിനിമയുടെ പ്രസ് മീറ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാം. നേരിട്ട് വീഡിയോയിലേക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാണാം. റെഡി. പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ നിസ്സഹായനായി മാറുന്ന പല ചിത്രങ്ങൾ, ഇപ്പോൾ ലൈക്ക് സേതു മാധവൻ അടക്കമുള്ള കുറേ നമ്മുടെ മെമ്മറീസ് ആയിട്ട് ഏറ്റവും പ്രിയപ്പെട്ടതായി മലയാള പ്രേക്ഷകർ സൂക്ഷിച്ചു വെച്ച കുറേ ക്യാരക്ടേഴ്സും അത്രത്തേക്കുള്ള ഒരു ട്രെയിലറിൽ അത്രയും ഹിന്റുകളൊക്കെ തരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സംഗതിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവും. എല്ലാ തരത്തിലുള്ള ജോണറിലുള്ള ആൾക്കാർക്ക് പ്രിയപ്പെട്ടതാണ്. പലതരത്തിലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രിയപ്പെട്ടതാണ്. ഇതിനകത്ത് ഈ പറഞ്ഞാൽ ഏതാണ്ടൊക്കെ ഒരു ആ പാറ്റേണിൽ വരുന്ന ഒരു സീനാണ്. അതിന്റെ ട്രെയിലർ കണ്ടത് തന്നെയാണത്. അതിൽ നിന്ന് ഹൈഡ് ചെയ്തോ അങ്ങനെയൊന്നുമില്ല. അതാണ് സിനിമ. കൂടുതലുമില്ല. ലാലേട്ടൻ പറഞ്ഞത് അതിബലിന് ശേഷമാണ് ഒരു വക്കീൽ വേഷത്തിൽ എത്തുന്നത്. നേരെ എന്നൊരു സബ്ജക്റ്റ് കേട്ടപ്പോൾ അത് തനിക്ക് എന്ന് വെച്ചാൽ ലാലേട്ടൻ അത് കറക്റ്റ് ആകുമെന്ന് മനസ്സിൽ ആ സബ്ജക്റ്റിൽ എന്താണ് ഉൾപ്പെടുന്നത്? കഥ തന്നെയാണ് പറയുമ്പോഴേ ആ കഥയുടെ ഒരു എന്താ പറയുക, അതിനകത്ത് വലിയ ഇരിപ്പുണ്ട്. അതൊരു സോഷ്യൽ റെലവൻസ്. പിന്നെ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ നിസ്സഹായനായ ആണെന്നുള്ളത് നിസ്സഹായനായല്ല, കിടക്കുകയാണ്. അതിനുവേണ്ടി അതുപോലെ മിടുക്കനായ ഒരാളാണ്. അയാൾ അയാളുടെ കഴിവുകൾ ഉപയോഗിച്ചു സത്യത്തിന്റെ പുറകെ സഞ്ചരിക്കുക. ഇപ്പൊ ശാന്തി പറഞ്ഞ പോലെ അത് കണ്ടെത്തിയാൽ മാത്രം പറ്റും, അത് തെളിയിക്കുകയും വേണം. അപ്പൊ അതിനുള്ള എഫേർട്ട് അയാൾ എടുക്കുകയും തീർച്ചയായിട്ടും അതിൽ അയാൾ സക്സസ്ഫുൾ ആയി മാറി. അതാണ് കഥ. സിറ്റുവേഷൻസ് അങ്ങനെ എപ്പോഴും അങ്ങനെയാണല്ലോ. പിന്നെ കൂടെയുള്ള ആൾക്കാരുടെ എല്ലാവരും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അവസ്ഥയിലായിരുന്നു. അത്തരത്തിൽ ഒരുപാട് സ്ഥലത്ത് അദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നിന്ന് അയാൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഈ സത്യത്തിലാണ്. സംബന്ധിച്ചിടത്തോളം സിനിമകളെല്ലാം മാറി ചിന്തിക്കാവുന്ന വേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് എനിക്ക് താല്പര്യം. ഈ ഇതിനകത്ത് കാണുന്ന നമ്മൾ ട്രെയിലർ കണ്ട പോസ്റ്റർ സീനുകളാണ് കൂടുതൽ. ഇതിന്റെ പേര് തന്നെ നേര് എന്നാണ്. നേരായ വഴിക്ക് നയിക്കുന്ന ആ നയത്തിലൂടെ കേസുകൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു അഭിഭാഷകനായിട്ട് തന്നെ ആവസ്ഥാനം. അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് നേരെ തെറ്റിയിരിക്കുന്നത്. ജസ്റ്റിസ് കണ്ടെത്തുക. ഞാൻ നേരത്തെ പറഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അങ്ങനെയല്ലേ ഒരാള് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയി മാറുമോ ഇല്ലയോ എന്നുള്ളത് സിനിമ കിട്ടിയാണ്. ഒരു പക്ഷേ മാറിയേക്കാം. അല്ലാതെ 21-ാം തീയതി വരെ ഒന്ന് അടങ്ങിയിരിക്കും. തുടങ്ങുന്നതിനൊക്കെ മുമ്പ് പ്രകൃതിയോട് എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞാണ് റോളിന് വേണ്ടി തുടങ്ങുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അതിവലിന്റെ ക്ഷാമാകുമ്പോഴും നേരിട്ട് വിജയമാകുമ്പോഴും ഹെൽപ്പ് മീ തന്നെയാണോ പ്രോസസ്? തീർച്ചയായിട്ടും. പിന്നെ സിറ്റുവേഷൻസ് ചെയ്യാൻ നമ്മളെ കൂടെ പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ശാന്തി എന്ന് പറയുന്നത് ഒരു കൂടുതൽ കാര്യങ്ങൾ ഒരു സാധാരണ ആൾക്കാർ പറഞ്ഞു തരുന്നതിൽ കൂടുതൽ നമുക്ക് പറഞ്ഞു തരാൻ ചിലപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന ജോലിയാണ് അവർ കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയ ഒരുപാട് എനിക്കത് സഹായകരമായി. അതായത് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളങ്ങനെ കോർട്ട് റൂമിലൊന്നും പോയിട്ട് ഒരു കേസൊന്നും പറഞ്ഞു. ഇത് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. അതിലെ ഒരുപാട് നിയമങ്ങളുണ്ട് കോടതി പ്രൊസീജിയേഴ്സ്. ഇത് നമ്മൾ സിനിമയിൽ കാണുന്ന പല സിനിമകളിലും അത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും കാണിച്ചിട്ടില്ല. സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതിൽ അതാണ് ഞാൻ പറഞ്ഞത് 60-70% വരെ നമ്മളത് വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞ പോലെ ദിനേഷ് സാർ പറഞ്ഞ പോലെ അത് മുഴുവൻ അങ്ങനെ ചെയ്യാനുള്ള ഡോക്യുമെന്ററി ഫിലിം പോലെ അതിനെ ഒരു പരിധിയിൽ കൂടുതൽ സിനിമാറ്റിക് ആയിട്ട് അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അതികളുടെ സിനിമാറ്റിക് ആണ്, നേരിലെ വിജയ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്. അപ്പോൾ പെർഫോമൻസിലും ആദ്യത്തെ അപ്രോച്ചിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ. നമുക്കതിൽ ഒരു തമാശയോ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് മോശമില്ലാത്തൊരു കാര്യം പറയാൻ പാടില്ല.
അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം തമാശ ഉണ്ടാവരുത്. ലാലേട്ടൻ ചിത്രത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നമുക്ക് പറഞ്ഞ ഒരു നല്ല സിനിമയായിരിക്കാം. നമ്മളിതുവരെ ചെയ്യാത്ത അല്ലെങ്കിൽ ഇതുവരെ ആരും ഒരു പക്ഷേ സിനിമയിൽ കൊണ്ടുവരാത്തൊരു പ്രണയമാണ്. അപ്പം അത് ആ സിനിമ കണ്ടിട്ട് വേണം തീരുമാനിക്കാൻ. എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പോഴങ്ങനെയാണല്ലോ ഞാൻ ഉദ്ദേശിച്ച പോലെ ശരിയായില്ല, എന്താണ് ഉദ്ദേശം എന്നറിയാം. അപ്പം ഞങ്ങൾക്കൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ സംവിധായകരായാലും എൻ്റെ അഭിനയിക്കുന്നവരായാലും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ സിനിമകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പുറത്ത് വിചാരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കരമായ ട്വിസ്റ്റുകളും അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്രൈം ത്രില്ലറോ അങ്ങനെയൊക്കെയുള്ള സിനിമ അല്ലെന്ന് തന്നെയാണ് ആദ്യമേ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്നവർക്ക് അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കും. പക്ഷെ അവർക്ക് വേറെ ഒരു തരത്തിൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ ഇപ്പം നമുക്കറിയാം ജിത്തു ജോസഫുമായിട്ട് തന്നെ ഈ ഇപ്പൊ മലയാളത്തിലെ ഒരു ചിത്രം റീച്ചാകുന്നതിലെ ഏറ്റവും അധികം റീച്ചായ ദൃശ്യം അടക്കം നമുക്ക് ശ്രദ്ധിച്ചതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ട്രീറ്റ്മെന്റിലും കഥയിലും സ്ക്രിപ്റ്റിന്റെ ഓരോ ഇതിൻ്റെ അകത്ത് പോലും വ്യത്യസ്തത കീപ്പ് ചെയ്തിരുന്നു. അപ്പൊ ഈ ചിത്രത്തിന്റെ ട്രീറ്റ്മെന്റിലാണോ സ്റ്റോറിയിലാണോ ലാലേട്ടൻ എക്സൈറ്റഡ് ആയത്? ഒരുപാട് ലിമിറ്റേഷൻ അതിനകത്ത് നിന്ന് ഓരോ സിനിമ എടുക്കേണ്ട രീതിയുണ്ട്. ഈ സിനിമയിൽ ഭയങ്കരമായ അതിനൊന്ന് കാണിക്കാൻ പറ്റില്ല. ഇതൊരു സ്റ്റോറി ടെല്ലിങ്ങാണ്, ഒരു കഥയാണ്, അതിലെ ഇൻസിഡൻസ് ആണ്. അത്തരത്തിൽ കഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിലെ ഓരോ ഇൻസിഡന്റിനും പ്രാധാന്യം, അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതിനൊക്കെ പ്രാധാന്യം. അപ്പോൾ ട്രീറ്റ്മെന്റ് എന്നുള്ളത് തീർച്ചയായിട്ടും അതിന് മേക്കിങ് വളരെ രസകരമായിട്ടാണ്. പിന്നെ ഒരു റൂമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആൾക്കാർക്ക് വിഷിപ്പിക്കാത്ത തരത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല പ്രയാസം കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ അതിനെ വളരെ എന്താ പറയണ്ട ഏറ്റവും മനോഹരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ ഡബ് ചെയ്തപ്പോൾ മനസ്സിലായത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സിനിമയുടെ ടൈറ്റിൽ ഡിസൈൻ ശരിക്കും കൂടുതലും ആ സിനിമയുടെ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഡിസൈൻ ടൈറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇത് നോക്കി കഴിഞ്ഞാൽ ഒരു ബുക്ക് തുറന്നു വയ്ക്കുന്നു, പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ആ ബുക്കിന്റെ ഉള്ളിൽ ആ പേരിന്റെ ഡിസൈൻ ചിലപ്പം കാഴ്ചപരിമിതർക്കുള്ള ഒരു ബ്രെയിൻ ഡേവ് പോലെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. ചിലപ്പോൾ തെറ്റായിരിക്കാം. ഒരു പക്ഷേ സിനിമ ഇറങ്ങിയതിന് ശേഷം ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് വരാനുള്ള ഡിസൈൻ ആയിരിക്കും ഇത്. ഡയറക്ടർ ബ്രില്യൻസ് ഒന്നുമല്ല, ഇതിനകത്ത് കഥാപരമായി ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഓൾറെഡി അത് എനിക്ക് മനസ്സിലായതുമാണ്. അത് മനസ്സിലാക്കി തരാനോ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ എനിക്കത് ഹൈഡ് ചെയ്യാനൊന്നും ഉദ്ദേശമില്ല. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ ഇത് എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഇതൊന്ന് അപ്രോച്ച് ചെയ്യാൻ ഞാൻ തോന്നിയൊരു സാധ്യതയുണ്ട്. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ഒരു ആ ഒരു ടെക്സ്റ്ററിൽ അത് ചെയ്തു ചെയ്യാം എന്നുള്ളതാണ്. അത് എല്ലാവരും മനസ്സിലായല്ലോ. എന്ന് പറയുന്ന അങ്ങനത്തെ സിനിമകൾ നമുക്കെല്ലാം പ്രേക്ഷകർക്ക് ഹിറ്റ് തന്നിരിക്കാൻ അതാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എനിക്കറിയില്ല. ഞാൻ രാജാവിന്റെ താരങ്ങൾ ദൃശ്യത്തിന്റെ ഒരു കഥ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഈയിടെ കുറച്ച് ഒരാളിനോട് ചോദിച്ചു, ഈ ലാൽസാദൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും സിനിമകൾ ചെയ്യുന്നു, എന്താണ് നിങ്ങളുള്ള റിലേഷനാണ്? ഞാൻ കൊടുക്കുന്ന കഥ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ കഥ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ചെയ്യില്ല, അത്രേ ഉള്ളൂ. ചെറിയ സിമ്പിൾ. അപ്പോൾ പക്ഷെ നമ്മൾ കുറച്ചാളിങ്ങനെ വോക്ക് ചെയ്ത് കഴിയുമ്പോൾ 2-3 വോക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ലാൽസാദ് ചെയ്യുമ്പോൾ ഓക്കെ ഇതാണ് ഉദ്ദേശിച്ചത്, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അതങ്ങനെ ഒരു സീറ്റാവും. അതുകൊണ്ട് അത് കുറച്ച് ഈസി ആവും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ ബേസിക്കലി ഒരു വിശ്വാസമാണ് ലാൽസാദിന് എങ്ങനെയും. അപ്പം ഞാനൊരു കഥ പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിങ്ങനെയാണ്, നല്ല കഥയാണ്, ഇത് ആൾക്കാരെ എൻഗേജ് ചെയ്ത് നിർത്തേണ്ടതാണ്, അത് ജിത്തുവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ജിത്തുവിന് നമ്മളോട് ചെയ്യുന്ന വിശ്വാസമാണ് എനിക്കുണ്ട്. ആ വിശ്വാസം എനിക്ക് അർപ്പിക്കും. ആ വിശ്വാസം അറിയാം. അങ്ങനെ ഒരു ബേസിക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും എനിക്ക്. ലാലേട്ട, മലയാള പ്രേക്ഷകര് മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് മലൈക്കോട്ടെ വാലിബൻ. തിയേറ്ററിൽ തീവാകും. അല്ല എങ്കിലും തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്കിതുപോലെ ഒന്നുകൂടെ നമുക്ക് സംസാരിക്കാം. ഭയങ്കര ചോദ്യങ്ങൾക്ക് എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ നേരത്തെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ സിനിമയായി മാറണമെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അതിലെല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഓരോ സിനിമയ്ക്ക് ഓരോ ജാതകമുണ്ട്, അതങ്ങനെ മാറിക്കും. അതിൽ തീർച്ചയായിട്ടും നമുക്ക് തോന്നിയ വികാരം ആ സിനിമയിലുണ്ടെങ്കിൽ അതാണ് എക്സ്പെക്ടേഷൻ. ആ സിനിമ കണ്ടിട്ടേ പറയാൻ. നമുക്ക്
കിട്ടിയിരിക്കുന്ന ജോലി ചെയ്യുന്നു, നമ്മുടെ കൂടെയുള്ളവർ അവിടെ സഞ്ചരിക്കുന്നു. പിന്നെ അത് പുറത്തിറങ്ങി കഴിയുമ്പോഴാണല്ലോ ഞാൻ വിചാരിച്ച പോലെ കിട്ടിയില്ല. എന്താണ് വിചാരിച്ചത് നിങ്ങൾക്ക് അറിയാം. അതിന് എല്ലാവരും ഒരു എന്താ പറയുന്നത്, ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ് സിനിമ എന്ന് പറയുന്നത്. നമ്മുടെ ഈ വാർത്ത തീർച്ചയായും തീർച്ചയായും. ഓക്കെ അല്ലേ, ഇത് കഴിഞ്ഞിട്ടേറില്ല ആദ്യം. അപ്പൊ ചോദിക്കണ്ടെന്നായിരുന്നു എന്നാ അതവിടെ ഇരിക്കട്ടെ, ഇത് തീർമാറോ എന്ന് ചോദിക്കണമായിരുന്നു അല്ലേ. എനിക്കെന്താണെന്നറിയോ, കുറെ നാളുകൾക്ക് ശേഷമാണ് ലാലേട്ടന്റെ ഇങ്ങനത്തെ ഒരു പ്രസ് മീറ്റ് വരുന്നത്. കാരണം അറബിക്കടലിന്റെ സിംഹമായിരുന്നു ലാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം വരുന്നത് ഇപ്പം നേരിന്റെയാണ്. ഇനി ഒരു വരവ് കൂടി ഉണ്ട്, അത് ഉറപ്പായി. അതെന്തായാലും ഭയങ്കര സന്തോഷം. അത് മലൈക്കോട്ടെ വാലിബയെ കുറിച്ച് സംസാരിക്കാൻ വരുന്നുണ്ട്. അതെന്താ അറിയോ, ഇപ്പൊ ആ ചോദ്യം ചോദിച്ചു, അതിന് ഒരുപാട് ഉത്തരം കൊടുക്കാണ്ട്. അതെ, അതുകൊണ്ട് അത് ഇപ്പൊ തികയില്ല, അതുകൊണ്ട് മാറ്റി വെച്ചതാണ്. പിന്നെ വേറൊരു കാര്യം കൊണ്ട് അതിന് ഉത്തരം കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ അപ്പനായ LJP കൂടെ വേണം. അല്ലാണ്ട് ഒരാൾ മാത്രം ഇരുന്ന് അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആളും കൂടി ഉള്ളപ്പോൾ പറയണം. അപ്പോഴാണ് അതിന്റെ ഒരു ത്രില്ല് കിട്ടുള്ളൂ. അതാണ്. അപ്പൊ ആ ത്രില്ല് നമുക്ക് എന്തായാലും അടുത്ത മാസം കിട്ടും. അതെ, ഇനി എന്തായാലും നേരിലേക്ക് വരാം. നേര് ഡബിങ് ചെയ്തപ്പോൾ ആൾക്കിത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തോന്നിയെന്ന് പറഞ്ഞു. അതെ, നല്ല രീതിയിൽ തന്നെ എത്തട്ടെ. അത് കേട്ടപ്പോൾ സന്തോഷം, ഒരു സമാധാനം. പിന്നെന്താണെങ്കിൽ ഓവർ എക്സ്പെക്ടേഷനോട് കൂടി അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അതായത് അതെന്താണെന്നറിയാം അവർ പറയുന്നത്, എക്സ്പെക്ടേഷൻ ആവാം, പക്ഷെ ദൃശ്യം പോലെ ഇങ്ങനെ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ നിരാശപ്പെടും. പക്ഷെ അതല്ല, നമുക്ക് എന്തായാലും ഒരു നല്ല സിനിമ എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കാമല്ലോ. ആ പ്രതീക്ഷ ഉണ്ടെങ്കിൽ എന്തായാലും നിരാശപ്പെടില്ല തന്നെയാണ് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാവും. അതെ, ഇതിൽ തന്നെ ലാലേട്ടൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വരുന്നവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള സിനിമയാണെന്ന് കൂടി പറയുന്നുണ്ട്. അത് കാരണം എന്താ അറിയോ, ഇപ്പൊ നമ്മളൊരു സംഭവം പ്രതീക്ഷിച്ച് പോയിരുന്നിട്ട് നമുക്ക് മറ്റൊന്ന് കിട്ടിയാലും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഹാപ്പി ആവും. കാരണം നമുക്ക് അതാണല്ലേ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാത്ത ലെവലിലേക്ക് അത് പോകുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് വേറെ സാധനം കിട്ടുന്നത്. അപ്പൊ നമുക്ക് അത് കൂടുതൽ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഒരു സംഭവം തന്നെ ആവട്ടെ. നേര് എന്തായാലും ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, അതായത് എന്തിന് ട്വിസ്റ്റുകൾ, എന്തിന് ടേണ്, ഈ ഒരു സംഭവം വെച്ച് തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിന് കാരണം വിജയ് മാധവനോ, വിജയ് മേനോനല്ല, വിജയ് മാധവൻ, അങ്ങനത്തെ എന്തൊരു പേരാണ്. ഓക്കെ, എന്തായാലും വിജയ് എന്ന ക്യാരക്ടർ, അതായത് ലാലേട്ടൻ ചെയ്യുന്നു. ആളുടെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് വ്യക്തമാണ്. ആള് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഇല്ലാതെ കുറേ കാലത്തിന് ശേഷം തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഒരുപാട് സ്കില്ലുള്ള ഒരു വക്കീലായിരുന്നു. പക്ഷേ ആ ഒരു സ്കില്ലൊക്കെ അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തിരിച്ചെടുക്കുന്നതും തിരിച്ചടിക്കുന്നതും വിജയിച്ചു വരുന്നതുമായിരിക്കും സിനിമ. അറിയാണ്ട് പോയിട്ട് ക്ലൈമാക്സും പറഞ്ഞു പോയി. അതായത് ട്രെയിലറിൽ ഇവര് അവശേഷിപ്പിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇത് ജയിക്കോ ഇല്ലയോ എന്നുള്ളത്. അത് അറിയാണ്ട് പറഞ്ഞു പോയി. എന്നിട്ട് പെട്ടെന്ന് പിന്നെ അടുത്ത ചോദ്യത്തിന് മറുപടി ആയിട്ട് പറയാം, അത് സിനിമ കണ്ടു കഴിഞ്ഞാലേ അറിയുള്ളൂ ജയിക്കോ അല്ല പരാജയപ്പെടോ വിജയിക്കോ എന്നുള്ളത്. പക്ഷെ ആദ്യം അബദ്ധത്തിൽ പറഞ്ഞു ആള് വിട്ടുപോയി, തിരിച്ചു വരുന്നു എന്നും പറഞ്ഞു. അതെ, അതായത് പരാജയപ്പെട്ടിടത്തുനിന്ന് തിരിച്ചു വരുന്നു, എന്നിട്ട് തിരിച്ചടിച്ചിട്ട് വിജയിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അതെ, കയ്യിന്ന് പോയതാ. അപ്പോഴാണ് ജിത്തപ്പുറത്ത്. പക്ഷെ അതെ അല്ല, അത് തന്നെയാണ് ഈ ചില സംഭവങ്ങളുണ്ടല്ലോ. ഇനിയിപ്പോ ഇതിന്റെ ഒരു ക്ലൈമാക്സ് നമ്മൾ അറിയും. അതന്നെ അതാ പറഞ്ഞത്, ബുദ്ധിയുള്ളവർക്ക് ഈ ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ് കാര്യം. എന്തായിരിക്കും ക്ലൈമാക്സ്, അതായത് എന്തായിരിക്കും എന്നുള്ള നടക്കുന്ന സീനല്ല നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് ലാലേട്ടന്റെ ക്യാരക്ടർ വിജയിക്കണം. ആള് ആർക്ക് വേണ്ടി വാദിക്കുന്നോ ആ നേര് പുറത്തു വരണം. അതെ, പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയ് ഇത് ഇപ്പൊ നമുക്ക് ഓക്കെയാണ്, ഇപ്പൊ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ആള് വിജയിക്കും എന്നുള്ളത്. പക്ഷെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, 2 മണിക്കൂർ സിനിമ, അതായത് ഈ വിജയിക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിലാണ് കാര്യം, അതാണ് കാണാൻ വെയിറ്റ് ചെയ്യുന്നത്. അത് നല്ല ത്രില്ലിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. അതിനിപ്പോ എതിർ ഭാഗം വക്കീൽമാരായിട്ട് കൊടുത്തിരിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. മാത്രമല്ല ആളോട് ടോട്ടലി, അതായത് കഴിവില്ലാത്തൊരു കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന ഒരു പരിചയവും ഇല്ലാത്ത, അതായത് അന്ന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവാം, ഇപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ കൈവിട്ട്, അതായത് ടച്ച് വിടുക എന്ന് പറയില്ലേ, അങ്ങനെയുള്ളൊരു വക്കീൽ വരുമ്പോഴേ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ആ ഒരു ഇത് വരും ഉണ്ടാവും. ഇത് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സല്ല, അവിടെയുള്ള മറ്റു കഥാപാത്രങ്ങൾക്ക്. അപ്പോൾ ആ പുച്ഛ നേരിടുന്നുണ്ടാവും. പിന്നെ ഒരു ഇത് നടക്കൂലേ, പ്രതീക്ഷകൾ കൈവിട്ട ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഇത് തെളിയിച്ച് ആടെ പവർ കാണിക്കുന്ന ഒരു സാഹചര്യത്തിൽ
ത്രില്ല് കിട്ടും. പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും 21-ാം തീയതിയിലേക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ആകെ 7 ദിവസമുള്ളൂ, കാത്തിരിക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ.